വെൽക്കം ടു അറേബ്യൻ മോട്ടോറിംഗ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 2013 മോഡല് ജീപ്പ് റാംഗ്ലർ സഹാറ 2-ഡോർ മോഡലാണ്. വണ്ടിയിൽ വരുന്നത് RockCrawlerന്റെ 2.5 ഇഞ്ച് ലിഫ്റ്റ് കിറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ കിങ്സിന്റെ ഷോക്സും വരുന്നുണ്ട്. താഴെ വന്നിട്ട് ആർടെക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആക്സിൽ റീഇൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ARBയുടെ ഡിഫ്ലോക്സ് വരുന്നുണ്ട്. ഡിഫ്ലോക്സ് കവേഴ്സ് ആണ് അത് വന്നിരിക്കുന്നത്. ARB നിങ്ങൾക്ക് കാണാൻ പറ്റും ലോഗോയിൽ. പിന്നെ ഇവിടെ ആണെങ്കിൽ SmittyBuilt വിഞ്ച് വന്നിട്ടുണ്ട്. ഇത് സിന്തറ്റിക് വിഞ്ചാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു വണ്ടിപ്രാന്തൻ ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നു കണ്ടത്. ആരോ ഈ വിഞ്ച് എന്തിനാണെന്ന് ചോദിക്കുന്നത് കേട്ടു. വിഞ്ച് ആക്ച്വലി ഒരു റിക്കവറി ഡിവൈസ് ആണ്. ഇപ്പോൾ റീസെന്റ് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയുടെ പ്രീസ്റ്റ് മൂവിയിൽ ആ ഒരു ഫോഴ്സിൽ ഗൂർക്കെ ആ വണ്ടിയിൽ ആക്ച്വലി വിഞ്ചുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആരോ ചോദിക്കുന്നത്. ഇത് അത്ര കോമൺ അല്ല നാട്ടിലുള്ള വണ്ടികൾ. ഓഫ് റോഡിങ് ഈ എന്താ പറയുക നമ്മളുടെ മോഡിഫൈഡ് വണ്ടികളിലുണ്ട് നാട്ടിൽ. പക്ഷേങ്കിൽ ഇവിടെ ഇതൊരു കോമൺ സാധനമാണ്. ഇത് എനിക്ക് തോന്നുന്നു 4.5 ടൺ വിഞ്ച് കപ്പാസിറ്റിയാണ് ഈ SmittyBuiltന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇത് റുബിക്കോണിന്റെ ബമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ലൈറ്റ്സ് ഉണ്ട്. കേസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ US മെയ്ഡ് ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഫോഗ് ലൈറ്റ്സും KC ആണ് ബ്രാൻഡ് വന്നിരിക്കുന്നത്. ഫോഗ് ലൈറ്റ്സ് വന്നിട്ടുണ്ട്. വണ്ടിക്ക് വന്നിരിക്കുന്നത് 35 ഇഞ്ചിന്റെ മാസ്റ്റർ ക്രാഫ്റ്റ് ടയേഴ്സ് ആണ്. അതുപോലെ തന്നെ മെതേഴ്സിന്റെ ബിഡ്ലോക്ക് വീൽസും ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കും. ഈ ബിഡ്ലോക്ക് വീൽസ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഡെസേർട്ടിൽ പോകുമ്പോൾ നോർമൽ വീൽസ് ആണെങ്കിൽ പെട്ടെന്ന് ടയേഴ്സ് പോപ്പ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഈ ബിഡ്ലോക്ക് വീൽസ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഈ റിയർ ബമ്പേഴ്സ് ABS അലുമിനിയം കസ്റ്റം ബിൽഡ് മോഡലാണ്. ഇതും US നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. നമുക്ക് ബാക്കിൽ വന്നിട്ട് ഇപ്പോൾ ഒരു റഫ് ലുക്ക് ഈ റിയർ ബമ്പേഴ്സ് തരുന്നുണ്ട് വണ്ടി. ഈ എക്സോസ്റ്റ് വന്നിട്ട് ഡൈനോജെറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡിഫ് കവേഴ്സ് ARBയുടെ ആണ് ഡിഫ് കവേഴ്സ് വന്നിരിക്കുന്നത്. പോയിസൺ സ്പൈഡർ എന്ന് പറയുന്ന US ബ്രാൻഡിന്റെ സൈഡ് ഫെൻഡേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിക്ക് ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി 100,000 dirhams വർത്ത് പ്രോഡക്ട്സിന്റെ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏതാണ്ട് 20 ലക്ഷം രൂപയ്ക്കുള്ള മോഡിഫൈ ചെയ്ത വണ്ടിയാണിത്. അപ്പോൾ ഇതേ വണ്ടി നമുക്കൊരു 25,000 ദിറത്തിന് എന്ന് പറഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് മോഡിഫൈ ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും, അതിന്റെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ഒരു വണ്ടിപ്രാന്തൻ ആ സ്വന്തം വണ്ടിയിൽ എത്ര ലക്ഷം രൂപയുടെ പൈസ മുടക്കിയാലും അതൊട്ടും മതിയാകത്തുള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് JW സ്പീക്കറിന്റെ ടെയിൽ ലാംപ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിയർ ലൈറ്റ് വന്നിട്ട് KC എന്ന് പറയുന്ന US ബ്രാൻഡിന്റെ ആണ് റിയർ ലൈറ്റ് വന്നിരിക്കുന്നത്. ഇത് നൈറ്റ് ടൈമിലൊക്കെ ഡെസേർട്ടിൽ ഇപ്പോൾ റിവേഴ്സ് ഒക്കെ എടുക്കുന്ന ടൈമിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആണ്. കാരണം ഇവിടെ അണ്ടർനീത്ത് ഒരു ക്യാമറ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്യാമറയിൽ നമുക്ക് വ്യൂ നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റിന് സപ്പോർട്ട് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ലൈറ്റും വന്നിട്ടുണ്ട്. ഇതെല്ലാം ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓഫ് റോഡിങ് യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഫോർ എ ഓഫ് റോഡ് ട്രിപ്പ് എന്ന് പറയുന്ന ഏറ്റവും ബെയർ മിനിമം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടത് നമുക്ക് ഡെസേർട്ടിലോ മറ്റെവിടെയെങ്കിലും ഓഫ് റോഡ് സൈഡിലൊക്കെ പോയിട്ട് ഒന്ന് ഇരിക്കാനുള്ള ഒരു ചെയർ വേണം. പിന്നെ ഇവിടെ അതിനുള്ള ടേബിളുണ്ട്. ഇത് ഓഫ് റോഡിങ് ഒരു ടൂൾ ബോക്സ് പോലെയുള്ള വിഞ്ചിന്റെ ചെറിയ നട്ട്സ് ആൻഡ് ബോൾസും പിന്നെ ഒരു ഓഫ് റോഡിങ് എക്യുപ്മെന്റ് ബോക്സ് എന്ന് പറയാം ഈ ഒരു സാധനം. പിന്നെ ഒരു ഓഫ് റോഡിൽ നമ്മുടെ ഡെസേർട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബൂട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേണ്ടത് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. എന്തെങ്കിലും പോകുന്ന വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് എല്ലാ ഓഫ് റോഡേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വണ്ടി വേണം. പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട് രണ്ട് സൈഡിലും. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇത് മറ്റൊരു ടൂൾ ബോക്സ് ആണ്. ഇതിനകത്ത് നമ്മുടെ കംപ്രസേഴ്സിന്റെ ഹോസ് അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുന്ന ഒരു ടൂൾ ബോക്സും വരുന്നുണ്ട് ഇവിടെ. വണ്ടിയുടെ പുറമേ ഉള്ള മോഡിഫിക്കേഷൻസിനെക്കാട്ടും ഒരു പടി മുന്നിൽ നിൽക്കും അകത്തുള്ള മോഡിഫിക്കേഷൻസ് ആണ് എനിക്ക് ഇവിടെ കയറിയിരുന്നത് നോക്കിയപ്പോൾ തോന്നിയത്. ഇത് ഡയബ്ലോയുടെ ഒരു എഞ്ചിൻ ട്യൂണറാണ് വരുന്നത്. എഞ്ചിൻ ട്യൂണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജീപ്പ് റാംഗ്ലർ സഹാറ വരുന്നത് 275 HP വരുന്നത്. ഈ എഞ്ചിൻ ട്യൂണർ വെച്ച് ഇത് 425 HP പവറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ആക്സസറീസ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് ഗാർമിന്റെ ഒരു സാറ്റലൈറ്റ് മാപ്പ് ഉണ്ട്. ഇത് ആക്ച്വലി ഓഫ് റോഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്.
അതേപോലെ തന്നെ ഇവിടെ ഒരു UHF റേഡിയോ ഉണ്ട്, നമുക്ക് ഓഫ് റോഡിങ്ങിന് പോകുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ടോപ്പ് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ലൈറ്റ്സിന്റെ കൺട്രോൾസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് റോക്ക് ലൈറ്റ്സും പിന്നെ ഫ്രണ്ടിൽ കാണുന്ന ബാർ ലൈറ്റ്സിന്റെ ഒക്കെ കൺട്രോൾസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ARB ട്വിൻ ഓൺബോർഡ് കംപ്രസർ ഉണ്ട്. ആ കംപ്രസറിന്റെ സ്വിച്ച് ആണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ കോക്ക്പിറ്റിൽ ഒരു എക്സ്ട്രാ ഒരു ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു LED ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 6 ഗിയർ മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ്. പിന്നെ ഇവിടെ ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് വന്നതിന് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ആക്ച്വലി ഇത് AC കൺട്രോൾസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇത് സൈഡ് വിൻഡോസിന്റെ കൺട്രോൾസ് ഉണ്ട്. പിന്നെ ഇവിടെ LED സ്ക്രീനുണ്ട്. പിന്നെ താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നോർമൽ ഡാഷ്ബോർഡ് എന്നുള്ളതല്ലാതെ വലിയ എക്സ്ട്രാ ആയിട്ട് എനിക്ക് അതിലൊന്നുമില്ല പറയാനുള്ളത്. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ നല്ല ഒരു ഡാഷ്ബോർഡ് തരുന്നുണ്ട്. ഇതൊരു 2 ഡോർ 4 സീറ്റ് ആയതുകൊണ്ട് ബാക്ക് സൈഡിൽ സ്പേസ് കുറവാണെന്നൊരു തോന്നൽ വരും. പക്ഷെങ്കിൽ ഇവിടെ സ്പേസിന് കുറവൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് സീറ്റ് സെറ്റപ്പ് തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. ഇത്രയേറെ പൈസ മുടക്കി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി അതിനുള്ള വേർത്തുണ്ടെന്ന് ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം നമുക്ക് ഒരു വണ്ടി ഓടിക്കുമ്പോൾ അറിയാലോ, അതിന്റെ ഒരു DNA എന്ന് പറയുന്നത് അതിന്റെ എഞ്ചിനും ആ ഒരു ഫീൽ നമുക്ക് നമ്മുടെ കാലിലൊക്കെ കിട്ടും. അപ്പൊ ഈ വണ്ടിക്ക് ചെയ്തിരിക്കുന്നതെല്ലാം വർത്ത് ഫോർ മണി എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോ അമീനിക്കാണ് ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി തന്ന് സഹായിച്ചത്. അപ്പോ അമീനിക്ക, ഈ വണ്ടിയിൽ നടത്തിയിരിക്കുന്ന മോഡിഫിക്കേഷൻസ് ഒക്കെ കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു. ഇനി ഇതിൽ കൂടുതൽ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? മോഡിഫൈ ചെയ്താൽ സ്കൈ ലിമിറ്റ് ആണ്. അപ്പം എത്രയും നമ്മൾ മോഡിഫൈ ചെയ്താലും അത് മതിയാവില്ല. ഐ ഫീൽ വെരി വെരി ലിറ്റിൽ. ഓക്കെ, പ്രതീക്ഷ ആൻസർ തന്നെയാണ് എനിക്ക് പറഞ്ഞത്. അപ്പൊ ഇന്ന് കണ്ടതിനും വണ്ടി നമുക്ക് ഇത്ര നേരം റിവ്യൂ ചെയ്യാൻ തന്നതിനും ഒരുപാട് താങ്ക്സ്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. നൈസ് മീറ്റിംഗ് യു. ഓക്കെ, ബൈ. Guys, please subscribe R&Pinion Motoring for the futuristic cars, videos and reviews. There you go.